നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഒരു ലിമിറ്റഡ് എമൗണ്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയി, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ വെച്ച് ചിലവായി. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് പൈസ മാനേജ് ചെയ്യാൻ അറിയില്ല എന്ന്. പൈസയുടെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഇല്ല എന്ന് വിചാരിച്ചേക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് പൈസ കയ്യിൽ വെച്ചുകൊണ്ട് ലോയലാകാൻ സാധിക്കും. അതിനായി നിങ്ങൾ പൈസ ഹാൻഡിൽ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒന്ന് പഠിച്ചാൽ മതിയാകും. പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് പൈസ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പൈസ മാനേജ് ചെയ്യുന്നതും പൈസ കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്നതൊന്നും നമ്മൾക്ക് ചെറുപ്പം മുതൽ തന്നെ കിട്ടുന്ന ഒരു ശീലമൊന്നുമല്ല. ഈ ഒരു സ്കിൽ നമ്മൾ മറ്റ് പല സ്കില്ലുകളും പഠിക്കുന്നത് പോലെ പഠിച്ചെടുക്കേണ്ടതാണ്. പൈസ ഉപയോഗിക്കുന്ന രീതി, പൈസ സമ്പാദിക്കുന്ന രീതിയൊക്കെ ഓരോരുത്തരിലും ഓരോ തരത്തിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പണം കൊണ്ട് ചെയ്യുന്നത് പൈസ കുറച്ച് ചിലവാക്കുക, കൂടുതൽ സേവ് ചെയ്ത് വെക്കുക, ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ ചിലപ്പോൾ വേറൊരാൾക്ക് പൈസ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിട്ടയർമെന്റ് കാലത്തേക്ക് സേവ് ചെയ്ത് വെക്കുക, എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർ പൈസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടമില്ലാതെ ജീവിക്കൽ മാത്രമായിരിക്കും. നിങ്ങൾ പൈസയെ ഏത് രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും പൈസ മാനേജ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്കിപ്പോൾ പഠിക്കാം. ഇത് നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റൂൾസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് റൂളാണോ ആവശ്യം അത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കുറച്ച് റൂൾസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാം. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഈ വീഡിയോ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണണം. ശരി, നമുക്ക് സമയം കളയാതെ നേരെ പോയിന്റിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റാണ് വർക്ക് ഓൺ യുവർ മണി മൈൻഡ് സെറ്റ്. നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സ്ഥിരമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ ഒരുപാട് ഫിനാൻഷ്യൽ കണ്ടന്റുകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ആ വീഡിയോകളിലും ഇതുപോലെ തന്നെ പണം മാനേജ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ കണ്ട വീഡിയോകളിൽ നിന്ന് എന്തെല്ലാം റൂളുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പൈസ സേവ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയാണെങ്കിലും പൈസ ചെലവാക്കാൻ വേണ്ടിയാണെങ്കിലും അതിനുള്ള ചില റൂൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ വെറുതെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കണം സ്വന്തം ജീവിതത്തിൽ. നിങ്ങളിതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ നിന്നുള്ള ഒരു പ്രിൻസിപ്പിൾസും ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും വേസ്റ്റാണ്, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതും വേസ്റ്റാണ്. അതുകൊണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങൾ റൂൾസ് മനസ്സിലാക്കി വെക്കുന്നത് വലിയ കാര്യമല്ല. നിങ്ങൾ ഈ റൂൾ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ റൂൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിമെന്റ് ആകില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പവർ ഓട്ടോമാറ്റിക്കായിട്ട് വരികയുമില്ല. നിങ്ങൾ ഈ റൂളുകളെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക തന്നെ വേണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ചൊല്ല്? അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതുപോലെ നിങ്ങൾ ആയി തീരുമെന്ന്. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണം നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റും. അതുകൊണ്ട് ഈ പോയിന്റ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അടുത്ത പോയിന്റാണ് സെറ്റ് ഗോൾസ് ആൻഡ് ക്രിയേറ്റ് പ്ലാൻ അക്കോർഡിംഗ്ലി. എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സേവ് ആവുന്ന പണം കൊണ്ട് ഒരു ട്രിപ്പ് പോകാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കാറോ ബൈക്കോ വല്ലതും വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്ലാൻ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈ എന്ന ക്വസ്റ്റിന് ആൻസർ അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ കൃത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അതായത് നിങ്ങൾക്കുള്ള കടം മുഴുവൻ വീട്ടണം, ഇതാണ് നിങ്ങളുടെ ഗോള്. അല്ലെങ്കിൽ റിട്ടയർമെന്റിന് വേണ്ടി പൈസ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി എവിടേക്കെങ്കിലും പോകണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഈ പ്ലാൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര പണം വേണം, അത് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം, എത്ര സമയം നിങ്ങൾ വർക്ക് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കയ്യിൽ പണം എത്തും. ഈ മണി ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മണി ഏൺ ചെയ്യുന്നതിനും മണി ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നോളജ് അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എത്ര പണം വരുന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ചെലവാക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ലൊരു ധനികനാകാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള മണി റിലേറ്റഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല പുസ്തകങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ദ മില്യനെയർ മാപ്പ്, 0 to 1, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, ദ 4-hour വർക്ക് വീക്ക്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണി ഏൺ ചെയ്യുന്നതിൻ്റെയും മണി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറും. എന്നാൽ പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിൽ ഒരു കോംബോ ഓഫർ നൽകുന്നത്. ഈ പറഞ്ഞ 4 പുസ്തകങ്ങളുടെയും ഓഡിയോ ബുക്സ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്.
എന്നാൽ ഈ ഓഡിയോ ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 709 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് ചിലവാവുക. എന്നാൽ ഈ കോംബോ ഓഫറിലൂടെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 599 റുപ്പീസിന് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്ലിക്കേഷനകത്ത് ചെന്ന് ഫിനാൻഷ്യൽ കോംബോ പർച്ചേസ് ചെയ്ത് നോക്കൂ. ഇതുപോലെ തന്നെ ലൈഫ് ചേഞ്ചിങ് ബുക്സിന്റെ നിരവധി കോംബോകൾ ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് നിരവധി ഓഡിയോ ബുക്സ് വാങ്ങുവാൻ കഴിയും. 100 കണക്കിന് പുസ്തകങ്ങൾ റീഡ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുവരുത്തിയിട്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങളെ മാത്രം ഓഡിയോ ബുക്സ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭിക്കുന്ന കേരളത്തിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഈ ഫിനാൻഷ്യൽ കോംബോ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്ലിക്കേഷൻ വിസിറ്റ് ചെയ്യുക. സോ ബാക്ക് ടു ദ വീഡിയോ. അടുത്ത പോയിന്റാണ് ഓട്ടോമേറ്റ് യുവർ മണി. നിങ്ങൾ പലതരത്തിലുള്ള ബിസിനസ് ബുക്കുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്കണോമിക്കലി ഫ്രീ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുള്ളവരായി മാറണം. അതായത് നിങ്ങളുടെ കയ്യിൽ മാറ്റിവെച്ച ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫ്രീ ആകാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് ഇൻകം വരുമ്പോൾ അല്ലെങ്കിൽ സാലറി വരുമ്പോൾ അത് ചെലവാക്കുന്നതിനുള്ള അതുപോലൊരു ലിസ്റ്റും വരാറുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾക്കൊരു മാസം ചെലവാക്കാൻ തന്നെ തികയുന്നുള്ളൂ. നമ്മുടെ കൈ പൂർണ്ണമായിട്ടും കാലിയായി മാറും. അവനവന് വേണ്ടി മാറ്റിവെക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടും ബാക്കിയില്ലാത്തൊരവസ്ഥ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കുറച്ച് പണം എടുത്തു വെക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ പൈസയെ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യണം. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം. നിങ്ങളുടെ സാലറി 50,000 രൂപയാണെന്നിരിക്കട്ടെ. നിങ്ങൾ അതിൽ നിന്ന് എല്ലാ മാസവും 5,000 രൂപ FD-യിലേക്ക് ഇടണം. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കും അക്കൗണ്ടിൽ. മാത്രമല്ല നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ വരുന്ന പണത്തിനനുസരിച്ചാണ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ പണം സേവ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഒരു മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കണം. പല റിസർച്ചുകളും നടന്നിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ്, ആരാണോ പൈസ സേവ് ചെയ്യുന്ന കാര്യം ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുന്നത് അവരുടേതാണ് മാനുവലി അത് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത പോയിന്റാണ് ഷോപ്പ് വിത്ത് എ പ്ലാൻ. നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ യാതൊരു പ്ലാനും ഇല്ലാതെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നത്. ഒരുപാട് പേരെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോപ്പിലേക്ക് കയറുക. പക്ഷെ അവർ അവിടെ കാണുന്ന പല സാധനങ്ങളും വാങ്ങിയിട്ട് തിരിച്ചു വരും. കാരണം മാർക്കറ്റ് തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അത് വാങ്ങാൻ നമുക്ക് തോന്നും. നമുക്ക് കുറച്ച് നല്ലതായി തോന്നിയ സാധനം, ഇഷ്ടപ്പെട്ട സാധനം, കുറച്ച് വില കുറവായി തോന്നിയ സാധനം, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടും. നമ്മൾ ആ സമയത്ത് ഇതെനിക്കിപ്പോൾ അത്യാവശ്യമാണോ ഇതൊന്നും ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വില കുറഞ്ഞ സാധനങ്ങളാണ് വാങ്ങിക്കൂട്ടുന്നതെങ്കിലും ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിന് താങ്ങാനാവാത്ത വിധം ഈ ചെലവ് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ലിസ്റ്റും കയ്യിലില്ലാതെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് പോയെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുന്ന ഒരു ശീലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഒപ്പം നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഇരിക്കുന്ന സാധനങ്ങളും വീണ്ടും വാങ്ങും. ഇനി നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ടല്ല ഷോപ്പിംഗ് ചെയ്യുന്നത്, നിങ്ങൾ ഓൺലൈനിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ ഈ ശീലം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. പല ഓഫറുകളും നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റിൽ കാണും. അതുപോലെ ഫ്രീ ഡെലിവറി, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും കാണുന്ന സമയത്ത് അതൊക്കെ നേടാൻ വേണ്ടി നിങ്ങൾ പലതും ബുക്ക് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ കാണുന്നതൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് കുറഞ്ഞു വരാൻ തുടങ്ങും. ഈ ഒരു ദുശീലത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ശീലത്തിൽ നിന്ന് നിങ്ങൾ മുക്തമാവുക തന്നെ വേണം. എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ വാങ്ങുവാൻ വേണ്ടി നിങ്ങൾക്കൊരു ചിന്തയുണ്ടായാൽ 10 തവണ അതിനെക്കുറിച്ച് ചിന്തിക്കണം. വാസ്തവത്തിൽ ഇതെനിക്ക് ആവശ്യമാണോ അല്ലയോ എന്ന്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവ് ചുരുങ്ങുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾ അനാവശ്യ സാധനം വാങ്ങി കൂട്ടുകയും ചെയ്യില്ല. അടുത്ത പോയിന്റാണ് സ്റ്റോപ്പ് യൂസിങ് കൺസ്യൂമർ ഗൂഡ്സ് ടു ബൈ ഹാപ്പിനെസ്. മണി കാൺഡ് ബൈ ഹാപ്പിനെസ് ഓർ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഈ കാര്യത്തിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള ഒപ്പീനിയനാണുള്ളത്. എന്നാൽ പല ആളുകളും ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയൊന്നും ചെയ്യാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പൈസ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു പണക്കാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെന്നാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് പല വിലപിടിപ്പുള്ള സാധനങ്ങളും അവരവരുടെ ജീവിതത്തിൽ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. അത് കയ്യിലുള്ള പണം കൊണ്ടല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങും. അവർ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെയും ഒന്ന് ആളായി മാറാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്തതുകൊണ്ടൊന്നും നിങ്ങൾ ആളുകളുടെ ഇടയിൽ വലിയ ആളാകാൻ പോകുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ ഒരുപാട് ഷോപ്പിംഗ് എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട ആളുകൾ സന്തോഷിക്കുകയല്ല ചെയ്യുക, നിങ്ങളെ കണ്ട ആളുകൾ അസൂയാലുക്കളാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശീലമാണ്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ പർച്ചേസ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ശീലം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു കൺട്രോളും ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മാസ ശമ്പളം നിങ്ങൾക്ക് EMI അടയ്ക്കാനും ഇൻട്രസ്റ്റ് പേ ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം. സോ ഇതാണ് ഫ്രണ്ട്സ് ആ 5 റൂളുകൾ. ഈ 5 റൂളുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന റൂളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി വളരെ ഉയർന്ന നിലയിലേക്ക് പോകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇതിലെ ഏത് ടിപ്പാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.